KPCC പുനഃസംഘടനയിലെ തർക്കം തീർക്കാൻ ഹൈക്കമാൻഡ് വിളിച്ചു ചേർത്ത യോഗം ഇന്ന് കേരളത്തിലെ നേതാക്കൾ ദില്ലിയിലെത്തി. രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും യോഗത്തിൽ പങ്കെടുക്കും. അബ്ദുൾ റഷീദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അബ്ദുൾ റഷീദ്, തർക്കവും വിഭാഗീയതയും കാരണം KPCC ഭാരവാഹികളുടെ ആദ്യ യോഗം പോലും ചേരാൻ സാധിക്കാത്ത സ്ഥിതിയാണ്. ആ സാഹചര്യത്തിലാണ് ഹൈക്കമാൻഡ് ഈ തർക്കം തീർക്കാൻ യോഗം വിളിച്ചത്. എന്തായാലും രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കുന്ന ഇന്നത്തെ യോഗം കോൺഗ്രസിനെ സംബന്ധിച്ച് നിർണായകമാണ്. KPCC പുനഃസംഘടനയും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള പട്ടിക പുറത്തിറക്കുകയും കഴിഞ്ഞ് 2 ആഴ്ചകൾ പിന്നിട്ടിപ്പോഴും KPCC പുനഃസംഘടനയിൽ തർക്കങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇതിലേറെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ ചില പിടിവാശികൾ തന്നെയാണ്. ഇത്തരത്തിൽ ഈ പിടിവാശികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് KPCCയുടെ ആദ്യ യോഗം പോലും ചേരാൻ ഇതുവരെയും സാധിക്കാതെ വന്നിട്ടുള്ളത്. ഇതിന് പിന്നാലെയാണ് ഈ വിഷയത്തിൽ ഹൈക്കമാൻഡ് ഇടപെടുകയും കഴിഞ്ഞ ദിവസം നേതാക്കളെ ദില്ലിയിലേക്ക് വിളിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ദില്ലിയിലേക്ക് നിരവധി നേതാക്കൾ ഇതിനോടകം തന്നെ എത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, അതോടൊപ്പം തന്നെ PC വിഷ്ണുദാസ്, ചെന്നിത്തല തുടങ്ങിയിട്ടുള്ള നേതാക്കളൊക്കെ തന്നെയും ഇതിനോടകം ദില്ലിയിൽ എത്തിച്ചേരുകയും ചെയ്യും. എന്തായാലും 11 മണിയോട് കൂടിയാണ് ദില്ലിയിലെ ഇന്ദിരാഭവനിൽ വെച്ച് ഈ യോഗം ആരംഭിക്കുക. ഈ നേതാക്കളെയൊക്കെ തന്നെയും വേറെ ആയിക്കൊണ്ട് ദേശീയ നേതാക്കൾ കാണും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. പ്രധാനപ്പെട്ടത് ഇതിൽ VD സതീശൻ്റെ എതിർപ്പ് തന്നെയാണ്. അത് കൂടുതൽ ചർച്ചയാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ തന്നെ നിരവധി നേതാക്കൾ, പ്രത്യേകിച്ചും VD സതീശന് താല്പര്യമുള്ള നേതാക്കളെ അടക്കം ഇത്തരത്തിൽ KPCC ഈ സംഘടനയിൽ നിലനിർത്തണമെന്നുള്ള ആവശ്യം നേരത്തെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അത് അംഗീകരിക്കുന്ന നിലപാട് ഹൈക്കമാൻഡിൻ്റെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തിരുന്നില്ല. ഈ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ KPCC പുനഃസംഘടനയിൽ വലിയ അതൃപ്തി VD സതീശൻ അടക്കമുള്ള നിരവധി നേതാക്കൾ മുന്നോട്ട് വെക്കുകയും അത് തദ്ദേശ തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകളെ അടക്കം ബാധിച്ചു എന്നുള്ള തരത്തിലുള്ള AICC ജനറൽ സെക്രട്ടറിയുടെ ചില പ്രഖ്യാപനങ്ങൾ അടക്കം വരികയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ യോഗം അതീവ നിർണായകമാണ്. പ്രത്യേകിച്ച് VD സതീശനെ അനുനയിപ്പിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും ദേശീയ നേതാക്കൾ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം എന്ന് പറയുന്നത്. എന്തായാലും 11 മണിയോട് കൂടിയായിരിക്കും ഈ യോഗം ആരംഭിക്കുക. മുഴുവൻ നേതാക്കളെയും, അതായത് ദില്ലിയിൽ എത്തിച്ചേരുന്ന മുഴുവൻ നേതാക്കളെയും വേറെ കണ്ടുകൊണ്ട് അനുനയത്തിനുള്ള ചർച്ചകളായിരിക്കും ഉണ്ടാവുക. ഏറെ നിർണായകമായിട്ടുള്ള ചർച്ച തന്നെയാണ് ഇന്ന് ദില്ലിയിൽ ചേരുന്നത്. ഏതായാലും ഈ KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട VD സതീശൻ അടക്കം നിലനിൽക്കുന്ന ഈ തർക്കങ്ങളിൽ ഇന്നത്തെ യോഗത്തിൽ അനുനയ നീക്കം ഉണ്ടായില്ലെങ്കിൽ ഒരുപക്ഷെ കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം കൂടിയാണ്. തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പുനഃസംഘടന നടന്നുവെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ യോഗം പോലും ചേരാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഉള്ളത്. അധ്യക്ഷനായിട്ടുള്ള സണ്ണി ജോസഫ് അടക്കം അതിൽ എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു സമവായത്തിൽ എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കോൺഗ്രസിനകത്ത് പ്രത്യേകിച്ചും സംസ്ഥാന തലത്തിൽ കൂടുതൽ പ്രതിസന്ധികളിലേക്ക് നീങ്ങും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക. പ്രത്യേകിച്ചും VD സതീശൻ അടക്കമുള്ള ആളുകൾ ഇത്തരത്തിലൊരു ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒക്കെ തന്നെയും വരാനിരിക്കുകയാണ്. ഈ ഘട്ടങ്ങളിലൊക്കെ തന്നെയും കോൺഗ്രസ് കൂടുതൽ പ്രതിസന്ധികളിലേക്ക് കടക്കും എന്നുള്ളത് തന്നെയാണ് ഏറെ നിർണായകമായിട്ട് നിലനിൽക്കുകയും ചെയ്യുന്നത്. എന്തായാലും മുഴുവൻ നേതാക്കളെയും വേറെ കണ്ടുകൊണ്ട് ഒരു സമവായത്തിലെത്തി എല്ലാ നേതാക്കളെയും ഒരേ സമയം കൂട്ടിച്ചേർത്തുകൊണ്ടല്ല കാണുന്നത്. ഓരോരുത്തരെയും പ്രത്യേകം കണ്ടുകൊണ്ടുള്ള ഒരു സമവായ ചർച്ചയായിരിക്കും നടക്കുക. ഇതിൽ ഓരോ നേതാക്കളുടെ നിലപാടുകൾ ഹൈക്കമാൻഡ് കൃത്യമായി പരിശോധിക്കുകയും ഒരു നിലപാട് എടുക്കുകയും ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ ആര് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പ്രശ്ന പരിഹാരത്തിലേക്ക് എത്തിയില്ലെങ്കിൽ സംസ്ഥാനത്തിനകത്ത് കോൺഗ്രസ് കൂടുതൽ ഇത്തരത്തിൽ രൂക്ഷമായിട്ടുള്ള പ്രതിസന്ധികളിലേക്ക് നീങ്ങുകയും ചെയ്യും. തർക്കങ്ങൾ രൂക്ഷമാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. ഇതിൽ ഏറെ നിർണായകമായിട്ട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ VD സതീശൻ്റെ ഒരു പിടിവാശി തന്നെയാണ്. ഈ ചില മേഖലകളിൽ പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് ചെമ്പഴന്തി അനിൽ തന്നെ DCC അധ്യക്ഷൻ ആകണമെന്നുള്ളൊരു പിടിവാശി VD സതീശന് ഉണ്ടായിരുന്നു. അതിൽ ചില തർക്കങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ചർച്ചകൾ ഇന്ന് ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ന് നടക്കുന്ന യോഗം അത് നിർണായകമായിരിക്കും. സമവായത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കോൺഗ്രസിനകത്ത് അത് കൂടുതൽ പ്രതിസന്ധികൾക്ക് രൂക്ഷമാകും എന്നുള്ളത് തന്നെയാണ്.